സിറോ മലബാർ സഭയിലെ 32ാം സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് സിനഡിന്റെ പ്രധാന അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഉടൻ പരിഹരിക്കേണ്ടി വരിക. അതിനാൽ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന സിനഡ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയും ഇതുതന്നെ. സീറോ മലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ചാണ് സിനഡ് സമ്മേളനം ആരംഭിക്കുന്നത്. സിനഡ് സമ്മേളിക്കുന്ന ദിവസം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടാകും. സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. 6 റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. ആദ്യ റൗണ്ടിൽ തന്നെ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും. രണ്ടാം ദിനമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്തുവാനുള്ള നടപടികൾ ഉണ്ടാകുക. ആരോപണത്തിന് അതീതനും സമവായത്തിലൂടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന അൽമായ മുന്നേറ്റ യോഗം അഭിപ്രായപ്പെട്ടിരുന്നു. സിനഡ് തെരഞ്ഞെടുക്കുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് മാർപ്പാപ്പയുടെ സ്ഥിരീകരണം ലഭിച്ചാലുടൻ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. സിനഡ് ഈ മാസം 13-ന് സമാപിക്കും. സഭയിൽ ഉയർന്നു വന്നിരിക്കുന്ന കുർബാന തർക്കം പരിഹരിക്കുക എന്നതാവും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കൈരളി ന്യൂസ്, കൊച്ചി.